നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തയിലേക്ക്. ബഹ്റിനിൽ അനുമതിയില്ലാതെ മറ്റുള്ളവരുടെ സ്വകാര്യത പരസ്യമാക്കിയാൽ കടുത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ആഭ്യന്തര മന്ത്രാലയം. വ്യക്തിയുടെ സൽപ്പേരിനോ അന്തസ്സിനോ കളങ്കമുണ്ടാക്കിയാൽ ശിക്ഷയുടെ കാഠിന്യം വർദ്ധിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അമാൻ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായി ബോധവൽക്കരണ വീഡിയോയും ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. മറ്റൊരാളുടെ അനുമതിയില്ലാതെ ഫോട്ടോകളും വീഡിയോകളും എടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഗുരുതരമായ കുറ്റമാണെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഇതിലൂടെ ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയം. വ്യക്തികളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിൽ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും നിയമങ്ങൾ ലംഘിക്കുന്നവർ കടുത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ആർട്ടിക്കിൾ 370 പ്രകാരം ഇത്തരം പ്രവർത്തികൾ 5 വർഷം വരെ തടവും 5000 ദിനാർ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അനുമതിയില്ലാതെ സംഭാഷണങ്ങൾ രഹസ്യമായി റെക്കോർഡ് ചെയ്യുക, മറ്റൊരാളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുക എന്നിവയെല്ലാം നിയമത്തിന്റെ പരിധിയിൽ വരും. അപകടത്തിൽപ്പെട്ടവരുടെ ചിത്രങ്ങൾ എടുക്കുന്നതും കുറ്റകരമാണ്. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്ന ഇത്തരം പ്രവർത്തികളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നും പൊതുജനങ്ങളോട് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ടിക്ടോക്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം പ്രചാരണങ്ങൾ വ്യാപകമാവുകയും പരാതികൾ ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി ആഭ്യന്തര മന്ത്രാലയം എത്തിയിരിക്കുന്നത്. ഭാരതത്തിന്റെ 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റിൻ കേരളീയ സമാജം പ്രസംഗവേദിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രതിധ്വനികൾ എന്ന പേരിൽ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് തുടങ്ങിയ മത്സരങ്ങൾ 11 മുതൽ 14 വയസ്സ് വരെ, 15 വയസ്സ് മുതൽ 17 വയസ്സ് വരെ, 18 വയസ്സിന് മുകളിൽ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് സംഘടിപ്പിച്ചത്. ആക്ടിംഗ് പ്രസിഡന്റ് ദിലീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്വാതന്ത്ര്യ ദിനാശംസകൾ അറിയിച്ച് സംസാരിച്ച പൊതുയോഗത്തിൽ സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ നായർ സ്വാഗതം ആശംസിച്ചു. ആക്ടിംഗ് സെക്രട്ടറി മഹേഷ് ജി പിള്ള, സമാജം പ്രസംഗവേദി ജോയിന്റ് കൺവീനർ ജിബി കുടശനാട് എന്നിവർ ആശംസകൾ നേർന്നു. പ്രോഗ്രാം കൺവീനർ ആഷ്ലി കുര്യൻ നന്ദി രേഖപ്പെടുത്തി. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദേശഭക്തി ഗാനവും നൃത്തരൂപവും പരിപാടിയുടെ ഭാഗമായിരുന്നു. മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും പരിപാടിയിൽ വിതരണം ചെയ്തു. ഇന്ത്യൻ ദേശീയ ഗാനത്തോടെയാണ് പരിപാടികൾ സമാപിച്ചത്. അജിത രാഹുൽ പൊതുയോഗത്തിൽ MC ആയി പ്രവർത്തിച്ചു. ഗ്രൂപ്പ് 1 എയിൻസൽ വിനു, നിയ ഖദീജ ആനുഡിയിൽ, എയ്ബൽ ടോം അനീഷ് എന്നിവരും, ഗ്രൂപ്പ് 2 റിധി കെ രാജീവൻ, ചാർവി ജിൻസി സുർജിത്ത്, ഗ്രൂപ്പ് 3 സന്തോഷ് നായർ, ജേക്കബ് മാത്യു, സജിത്ത് വെള്ളിക്കുളങ്ങര എന്നിവരും യഥാക്രമം 1, 2, 3 എന്നീ സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ബഹ്റിനിലെ വിവിധ പ്രവാസി സംഘടനകൾ ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. സൽമാനിയയിലെ സീറോ മലബാർ സൊസൈറ്റി അങ്കണത്തിൽ പ്രസിഡന്റ് ഷാജൻ സെബാസ്റ്റ്യൻ ഇന്ത്യൻ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. ചടങ്ങിൽ സീറോ മലബാർ സൊസൈറ്റിയുടെ ആക്ടിംഗ് സെക്രട്ടറി ജോബി ജോസഫ് സ്വാഗതം ആശംസിച്ച് പ്രതിജ്ഞ ചൊല്ലി. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ലേഡീസ് വിംഗ് പ്രസിഡന്റ്, കോർ ഗ്രൂപ്പ് ചെയർമാൻ പോളി വിധേയത്തിൽ, മുൻ ഭാരവാഹികളും സിംസ് കളിമുറ്റം സമ്മർ ക്യാമ്പ് കുട്ടികളും സീറോ മലബാർ സൊസൈറ്റി അംഗങ്ങളും കുടുംബാംഗങ്ങളും സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തു. പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ സൽമാനിയ കലവറ ഹാളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് വിപിൻ മാടത്തേത്ത്, സെക്രട്ടറി സുനു കുരുവിള, ട്രഷറർ സുഭാഷ് തോമസ്, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കുടുംബ സൗഹൃദവേദി ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ജനറൽ സെക്രട്ടറി ബോബി പുളിമൂട്ടിൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ രക്ഷാധികാരി അജിത് കണ്ണൂർ അധ്യക്ഷത വഹിച്ചു. ആഘോഷത്തിൽ കേക്ക് കട്ട് ചെയ്ത് മധുര വിതരണവും നടത്തിയിരുന്നു. ജോയിന്റ് സെക്രട്ടറി ജയേഷ് താന്നിക്കൽ, മെമ്പർഷിപ്പ് സെക്രട്ടറി അജിത് ഷാൻ, മെഡിക്കൽ കോർഡിനേറ്റർ ബിജോ തോമസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. രംഗ് കെ ആസാദി, വൈവിധ്യങ്ങളാൽ നിറം പകർന്ന ഇന്ത്യ എന്ന ശീർഷകത്തിൽ ബഹ്റിൻ കലാലയം സാംസ്കാരിക വേദി സൽമാബാദിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. റിസാല സ്റ്റഡി സർക്കിൾ നാഷണൽ ചെയർമാൻ മൻസൂർ ഹസനിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ICF നാഷണൽ സെക്രട്ടറി ഫൈസൽ ചെറുവണ്ണൂർ, റിസാല സ്റ്റഡി സർക്കിൾ ഗ്ലോബൽ എക്സിക്യൂട്ടീവ് അംഗം റഷീദ് തെന്നല എന്നിവർ സന്ദേശ പ്രഭാഷണം നടത്തി. IYCC ബഹ്റിൻ വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ലേബർ ക്യാമ്പിൽ ഭക്ഷണ വിതരണം നടത്തി. ക്യാമ്പിലെ നിരവധി തൊഴിലാളികൾക്കാണ് IYCC വനിതാവേദി പ്രവർത്തകർ ഭക്ഷണം എത്തിച്ചത്. ചടങ്ങിൽ വനിതാവേദി കോർഡിനേറ്റർ മുബീന മൻഷർ അധ്യക്ഷത വഹിച്ചു. IYCC ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി സഹ കോർഡിനേറ്റർ മാരിയ തമീർ ഖാൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ IYCC ബഹ്റിൻ ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, വനിതാവേദി ചാർജ് വഹിക്കുന്ന ദേശീയ വൈസ് പ്രസിഡന്റ് അനസ് റഹീം, ദേശീയ വൈസ് പ്രസിഡന്റ് ഷംഷാദ് കാക്കൂർ, കോർ കമ്മിറ്റി ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വനിതാവേദി സഹഭാരികൾ എന്നിവർ നേതൃത്വം നൽകി. BMC ന്യൂസിലെ ഇനിയൊരു ഇടവേള.
Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ ക്ലബ് സമ്മർ ക്യാമ്പ് 2025 ഗ്രാൻഡ് ഫിനാലെ ശ്രദ്ധേയമായി. ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന ഗ്രാൻഡ് ഫിനാലെയിൽ നിരവധി കുട്ടികൾ പരിപാടികൾ അവതരിപ്പിച്ചു. 4 വയസ്സ് മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായി ഇന്ത്യൻ ക്ലബ് ഒരുക്കിയ സമ്മർ ക്യാമ്പിൽ യോഗ, കരകൗശലങ്ങൾ, സംഗീതം, നൃത്തം, കരാട്ടെ, ബാഡ്മിന്റൺ, ക്രിക്കറ്റ് തുടങ്ങി നിരവധി പരിപാടികൾ ഒരുക്കിയിരുന്നു. കൂടാതെ ആഴ്ചതോറും കുട്ടികൾക്കായി സ്വിമ്മിംഗ് ട്രിപ്പുകളും ഫീൽഡ് ട്രിപ്പുകളും സംഘടിപ്പിച്ചിരുന്നു. ഈ പരിപാടി നടത്തുന്നതിൽ പിന്തുണ നൽകിയതിന് സമ്മർ ക്യാമ്പ് അധ്യാപകർ, സന്നദ്ധ പ്രവർത്തകർ, സ്പോർട്സ് ആൻഡ് സ്റ്റാഫ് എന്നിവരോട് ഇന്ത്യൻ ക്ലബ് അധികൃതർ നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ഈ പരിപാടിക്ക് പിന്തുണ നൽകിയതിന് ഇന്ത്യൻ ക്ലബിന്റെ അംഗങ്ങളുടെ പേരിൽ പ്രസിഡന്റും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും എല്ലാ സ്പോൺസർമാരോടും നന്ദി രേഖപ്പെടുത്തുന്നതായും അറിയിച്ചു. ബഹ്റൈനിലെ എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ ഫെഡ് ബഹ്റൈൻ 79ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. 1ാം സ്ഥാനം നിഷ കോശി, 2ാം സ്ഥാനം സുബിൻ തോമസ്, 3ാം സ്ഥാനം ഡോണി സെബാസ്റ്റ്യൻ എന്നിവർ കരസ്ഥമാക്കി. സഹൽ തൊടുപുഴയായിരുന്നു ക്വിസ് മാസ്റ്ററായി പ്രവർത്തിച്ചത്. പ്രസിഡന്റ് സ്റ്റീവൻസൺ, ജനറൽ സെക്രട്ടറി സുനിൽ ബാബു, മെമ്പർഷിപ്പ് സെക്രട്ടറി ജയേഷ് ജയൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഐസക് KV, ജയകൃഷ്ണൻ എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച നാട്ടിലേക്ക് മടങ്ങുന്ന KPA സ്ഥാപക സെൻട്രൽ കമ്മിറ്റി അംഗം നാരായണന് കൊല്ലം പ്രവാസി അസോസിയേഷൻ സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. KPA വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യാത്രയയപ്പ് യോഗത്തിൽ KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് KPA വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ് നാരായണന് ഉപഹാരം കൈമാറി. KPA സെക്രട്ടറി അനിൽകുമാർ ആശംസകൾ നേർന്നു. KPA സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം, സ്ഥാപക ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ, സ്ഥാപക വൈസ് പ്രസിഡന്റ് വിനു ക്രിസ്റ്റി എന്നിവർ ആശംസകൾ അറിയിച്ചു. ഗുദൈബിയ ഏരിയ കോർഡിനേറ്ററായും സ്പോർട്സ് വിംഗ് കൺവീനറായും അദ്ദേഹം നടത്തിവന്ന പ്രവർത്തനങ്ങളെ യോഗം പ്രത്യേകം അഭിനന്ദിച്ചു. സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗങ്ങളും KPA പ്രവാസി ശ്രീ ഹെഡുകളും യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റൈൻ നൌകയുടെ നേതൃത്വത്തിൽ BMCയുടെ സഹകരണത്തോടെ നടത്തുന്ന കലയിലൂടെ ഹൃദയങ്ങളിലേക്ക് സമന്വയം 2025 എന്ന കലാ സാംസ്കാരിക പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം ഇന്ത്യൻ ക്ലബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. 3 മാസങ്ങളിലായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ സംഘടിപ്പിക്കുന്ന സമന്വയം 2025ന്റെ പോസ്റ്റർ പ്രകാശനം ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് കാഷ്യസ് പെരേര, സമന്വയം 2025ന്റെ മുഖ്യ രക്ഷാധികാരി ഡോക്ടർ PV ചെറിയാന് നൽകിക്കൊണ്ടാണ് നിർവഹിച്ചത്. നൌക ബഹ്റൈൻ സെക്രട്ടറി അശ്വതി മിഥുൻ സ്വാഗതവും ബിനുകുമാർ കൈനാട്ടി അധ്യക്ഷത വഹിക്കുകയും ചെയ്ത ചടങ്ങിൽ ബഹ്റൈനിലെ വിവിധ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളായ SV ബഷീർ, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, ചെമ്പൻ ജലാൽ, റഫീഖ് നാദാപുരം, UK ബാലൻ, അരുൺ പ്രകാശ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സമന്വയം 2025ന്റെ പ്രോഗ്രാം കൺവീനർ മഹേഷ് പൂത്തോളി ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതി പൗരന്മാരുടെ മൌലികാവകാശമാണെന്നും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും തുടർന്നുകൊണ്ടിരിക്കുന്ന നീതി നിഷേധങ്ങളെ ഒറ്റക്കെട്ടായി ചെറുത്ത് തോൽപ്പിക്കണമെന്നും ICF ബഹ്റൈൻ സംഘടിപ്പിച്ച പൗരസഭ അഭിപ്രായപ്പെട്ടു. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് നീതി സ്വതന്ത്രമാവട്ടെ എന്ന ശീർഷകത്തിൽ ICF പൗരസഭ സംഘടിപ്പിച്ചത്. സൽമാബാദ് അൽഹിലാൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പൗരസഭ അബൂബക്കർ ലത്തീഫിയുടെ അധ്യക്ഷതയിൽ ICF ഇന്റർനാഷണൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം ഹാജി ഉദ്ഘാടനം ചെയ്തു. ICRF മുൻ ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ, KMCC ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, OICC ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് ചെമ്പൻ ജലാൽ, മാധ്യമപ്രവർത്തകൻ പ്രദീപ് പുറവങ്കര, ഷമീർ പന്നൂർ എന്നിവർ സംസാരിച്ചു. ICF നാഷണൽ മീഡിയ സെക്രട്ടറി ഫൈസൽ ചെറുവണ്ണൂർ സ്വാഗതവും സംഘടനാ സെക്രട്ടറി ഷംസുദ്ദീൻ പൂക്കയിൽ നന്ദിയും രേഖപ്പെടുത്തി. വീണ്ടും ഒരു ഇടവേള.
ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രവാസി ലീഗൽ സെൽ സൗദി അറേബ്യൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ PLC ഗ്ലോബൽ ഓൺലൈൻ മീറ്റിംഗ് സംഘടിപ്പിച്ചു. ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നവർക്ക് അതാത് രാജ്യങ്ങളുടെ ജീവിതക്രമവും നിയമങ്ങളും മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് പ്രത്യേകമായി ശാസ്ത്രീകരണം കൊടുക്കാനും അതോടൊപ്പം പ്രവാസികൾക്ക് ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ നീതി ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നിയമപരമായ സഹായ സഹകരണത്തിലൂടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാനും തീരുമാനിച്ചു. പ്രവാസികൾക്ക് ഇന്ത്യൻ എംബസികളുമായി സഹകരിച്ച് ഓരോ രാജ്യത്തെയും പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കുന്നതിന് നിയമപരമായ സഹായങ്ങൾ നൽകുന്നതായി വിവിധ രാജ്യങ്ങളിലെ PLCയുടെ നേതാക്കൾ അറിയിച്ചു. PLC സൗദി അറേബ്യൻ ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ പീറ്റർ വർഗീസ് അധ്യക്ഷത വഹിച്ചു. PLC ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചു. PLC ഗ്ലോബൽ PRO സുധീർ തിരുനെല്ലത്ത് പ്രവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയം അവതരിപ്പിച്ചു. ആഗോളതലത്തിൽ പ്രവാസികളെ നിയമപരമായി ശാക്തീകരിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്ന സംഘടന ഇന്ത്യയിലും വിദേശത്തും വളരെ സ്തുത്യർഹമായ സേവനം നൽകുന്നതായും PLC ഗ്ലോബൽ പ്രസിഡന്റ് അറിയിച്ചു. നോർക്കയുടെ സൗദി അറേബ്യയിലെ ലീഗൽ കൺസൾട്ടന്റ് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, PLCയുടെ കേരള ചാപ്റ്ററിന്റെ ട്രഷറർ തൽഹത്ത് പൂവച്ചൽ, ജഹാംഗീർ, ഒമാനിൽ നിന്നും സാമൂഹ്യ പ്രവർത്തക ജസി, UAEയിൽ നിന്നും അഡ്വക്കേറ്റ് റിജി, അഡ്വക്കേറ്റ് കൺമണി, ഹാഷിം, PLCയുടെ വിവിധ ഭാരവാഹികൾ എന്നിവർ ചർച്ചയിൽ സംസാരിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ചുള്ള വാർത്താസമ്മേളനത്തിനും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾക്കും പിന്നാലെ വാർത്താസമ്മേളനം നടത്തി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യത്തെ എല്ലാ വോട്ടർക്കും ഒരു സന്ദേശം നൽകാനാണ് തങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. ഭരണഘടനാപരമായ കർത്തവ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിറവേറ്റുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് രംഗത്തെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനാണ് ISIR ആരംഭിച്ചത്. പരാതികളുണ്ടെങ്കിലും ആർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാതിലുകൾ എല്ലാ പാർട്ടികൾക്കും മുൻപേ തുറന്നു വെച്ചിരിക്കുകയാണ്. ആർക്കും പരാതി അറിയിക്കാം, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂട്ടിച്ചേർത്തു. വോട്ടർ പട്ടികയിൽ പിഴവുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജില്ലാ വരണാധികാരികളെ അതിനായി സമീപിക്കാമെന്നും അതിനു മുകളിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസർമാരെ സമീപിക്കാമെന്നും അതുമല്ലെങ്കിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ ബൂത്തിലും പോളിംഗ് ഏജന്റുമാരുണ്ടാകുമെന്നും വോട്ട് ചെയ്യുന്നത് ആരാണെന്ന് പോളിംഗ് ഏജന്റുമാർക്ക് അറിയാമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. ഒന്നിനു പിന്നാലെ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടതോടെ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ പുതുക്കിയ മഴ മുന്നറിയിപ്പ് പുറത്തിറക്കി. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.